ഹലോ ടാരറ്റ് ലവേഴ്സ്, എല്ലാവർക്കും റോസ് ടാരോട്ട് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയുമായുള്ള പ്രശ്നങ്ങൾ അവസാനിക്കാൻ പോവുകയാണോ, അല്ലെങ്കിൽ ഇതൊരു പുതിയ തുടക്കത്തിനാണോ, തുടക്കത്തിലേക്കുള്ളൊരു വഴിയാണോ എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് റീഡിങ്ങിൽ നിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് കുറച്ച് പേരുടെ എനർജി എന്ന് പറയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് സക്സസ് ആവുന്നു എന്നുള്ളതാണ്. അതായത് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടേത് ഇപ്പോൾ മിണ്ടാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. നിങ്ങൾ തമ്മിൽ വലിയ കമ്മ്യൂണിക്കേഷൻ ഒന്നും ഉണ്ടാവില്ലായിരിക്കും. അതായത് ഇപ്പോൾ പഴയതുപോലെ ആയിരിക്കില്ല. അതായത് നിങ്ങൾ പഴയ നിങ്ങളാണെങ്കിൽ ഈ വ്യക്തിയോട് എപ്പോഴും ഇങ്ങനെ വാതോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഈ വ്യക്തിയാണെങ്കിലും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിയുമായിട്ട് സംസാരിക്കുന്നത് വരെ വളരെ കുറവാണ്. അത് ഈ വ്യക്തിക്കായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്കായിരിക്കാം. അത് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതായത് നിങ്ങളായിട്ടുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഇങ്ങനെ ആ ഒരു ബോണ്ട് വിട്ട് പോകുന്നതായിട്ട് നിങ്ങൾക്കായിരിക്കാം അല്ലെങ്കിൽ ഈ വ്യക്തിക്കായിരിക്കാം ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടാകുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇടയിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, എന്നാലും കുറേ പ്രശ്നങ്ങൾ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന കുറേ ആൾക്കാർ നിങ്ങളുടെ ചുറ്റിനുമുണ്ട്. ഓക്കെ, നമുക്കിവിടെ ഡാമേജ് കാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇടയിൽ നടന്ന എന്തോ ഒരു കാര്യം ഈ വ്യക്തിയായിരിക്കും അല്ലെങ്കിൽ നിങ്ങളായിരിക്കാം ആരോടോ പോയി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സംഭവം ഈ പറഞ്ഞ ആൾ, അതായത് ഈ ഒരു തേർഡ് പാർട്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. അതായത് മറ്റുള്ളവരോടിങ്ങനെ, അതായത് നിങ്ങളെ ജഡ്ജ് ചെയ്യുന്ന രീതിയിൽ, നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനെ ജഡ്ജ് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങളെ ജഡ്ജ് ചെയ്യുന്ന രീതിയിൽ ഈ വ്യക്തി അത് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. അതൊരു സ്ത്രീയുടെ എനർജി തന്നെയാണ്. ഓക്കെ, അപ്പോൾ അവർ ഇങ്ങനെ ഗോസിപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് ഈ വ്യക്തിയുടെ ചെവിയിൽ അത് എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവർക്ക് നിങ്ങളോടുള്ള ആ ഒരു ബോണ്ടിങ് ചെറുതായിട്ട് കുറഞ്ഞതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങളങ്ങനെ പറഞ്ഞത് കൊണ്ട് എനിക്ക് നിൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടു എന്നുള്ളൊരു ഇതിലേക്കാണ് എത്തിച്ചേരുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ വ്യക്തിക്ക് നിങ്ങളോടൊരു ഫീലിങ്സ് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. ഫീലിങ്സൊക്കെ അവിടെ തന്നെയുണ്ട്. നിങ്ങളെ അൺകണ്ടീഷണലായിട്ട് ഈ വ്യക്തി ലവ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിൽ ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള ആ ഒരു ട്രസ്റ്റ് മാറിപ്പോയതായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ വ്യക്തി ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തിയുടെ കാര്യങ്ങളിലാണ്. അതായത് എനിക്കൊരു ലക്ഷ്യമുണ്ട് എൻ്റെ ജീവിതത്തിൽ, എനിക്കതിലോട്ട് എത്തിച്ചേരണം എന്നതാണ് ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത്. അതായത് ചിലപ്പോൾ വർക്കിലായിരിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ. ഇപ്പോൾ വീട് പണിയുന്നതായിരിക്കാം ഈ വ്യക്തി ലക്ഷ്യം വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു കാറ് വാങ്ങുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഒരു ടൂർ പോകുന്നതായിരിക്കാം. അങ്ങനെയൊക്കെ ആയിരിക്കാം ഈ വ്യക്തി ഇപ്പോൾ ഒരു ഗോൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ വ്യക്തിക്കിപ്പോൾ ആവശ്യമായിട്ടുള്ളത് സമാധാനമാണ്. നിങ്ങൾക്കും അത് തന്നെയാണ്. അപ്പോൾ എനിക്ക് വേണ്ടി ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ എനിക്കവിടെ സമാധാനം ഉണ്ടാകും എന്നതാണ് ഈ വ്യക്തി ഇപ്പോൾ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ ഗോസിപ്പ് പറഞ്ഞു നടക്കുന്ന ആൾക്കാർ നിങ്ങളെക്കുറിച്ച് വളരെയധികം, അതായത് കുറച്ചും കൂടി കൂട്ടിച്ചേർത്ത് ഇച്ചിരി മോശമായുള്ള രീതിയിലാണ് അത് പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കുന്നത്. അപ്പോൾ ദയവേത് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിലെ കാര്യങ്ങൾ ആരോടും പറയാതിരിക്കാനായിട്ട് എപ്പോഴും ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഒരു ട്രസ്റ്റ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് ഉണ്ടെങ്കിൽ പോലും ഒരു കണക്ഷൻ അങ്ങോട്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതായത് ആ ഒരു ബോണ്ടിങ്, മുന്നത്തെ ആ ഒരു ബോണ്ടിങ് ചെറുതായിട്ട് കുറഞ്ഞതായിട്ടാണ് ഈ വ്യക്തിക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്. പക്ഷേ കുറച്ച് പേർക്ക് ഇവിടെ റിയൂണിയൻ സംഭവിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ തമ്മിൽ വീണ്ടും ഒന്നിക്കും, പക്ഷേ അതേസമയം വീണ്ടും ഒന്നിക്കാത്ത എനർജിയും നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ റീഡിങ് ഇപ്പോൾ കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ റീഡിങ് നിങ്ങൾക്ക് തന്നെയാണ്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഈ ഗോസിപ്പ് പറഞ്ഞു നടക്കുന്ന ആൾക്കാരെ നിങ്ങൾ വീണ്ടും ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നത് തന്നെയാണ് ഇവിടെ കാർഡ്സ് കാണിക്കുന്നത്. തീർച്ചയായിട്ടും അതിൽ നിന്നും മാറി നിൽക്കുക. അതേപോലെ തന്നെ നിങ്ങളിപ്പോൾ വല്ല സ്വപ്ന ലോകത്തൊക്കെയാണ് നടക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഒരു സ്വപ്നലോകത്ത് നിൽക്കുന്ന രീതിയിൽ, അതായത് ഫ്യൂച്ചർ കണ്ടുകൊണ്ടിരിക്കുന്നു. നല്ല കാര്യമാണ്, മാനിഫെസ്റ്റേഷനൊക്കെ നല്ലതാണ്. ബട്ട്
നിങ്ങൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം നിങ്ങൾ മറക്കുന്നുണ്ട്. നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു റെസ്പോൺസിബിലിറ്റി കാര്യങ്ങളൊക്കെ നിങ്ങൾ മറക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിൽ നിൽക്കുക. അതായത് നിങ്ങളുടെ ചുറ്റുപാടും എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങളിപ്പോൾ അറിയുന്നില്ല. അത് തന്നെയാണ്. ഓക്കെ. അപ്പോൾ അതൊക്കെ മാറ്റുക. അതായത് കുറച്ച് സ്വപ്നലോകത്തു നിന്ന് നിങ്ങൾ പുറത്ത് വരാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. കാരണം അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ വർക്കിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടാവില്ലായിരിക്കാം. നിങ്ങളിപ്പോൾ ഇതിൻ്റെ പുറകെ ഇങ്ങനെ നടക്കുന്നുണ്ടാവാം. അപ്പോൾ അതൊന്ന് മാറ്റാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. നിങ്ങളിപ്പോൾ സ്കിൻ കെയർ ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ അതൊക്കെ നിർത്തി വെച്ചിട്ടുണ്ടാവാം ഈ ഒരു കാരണത്താൽ. ഇതൊക്കെ ശരിയായിട്ട് ഞാൻ ചെയ്യാം പിന്നീട്. അങ്ങനെയുള്ള രീതിയിൽ മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇനി വർക്കാക്കുക എന്നുള്ളത് നിങ്ങളുടെ ഒരു കടമ പോലെയാണ്. അതായത് നിങ്ങൾ ഈ വ്യക്തിയുടെ ആ ഒരു ട്രസ്റ്റ് വീണ്ടെടുക്കുക എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഈ വ്യക്തിയെ അതായത് ഈ വ്യക്തിക്ക് നിങ്ങളില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ഈ വ്യക്തിയെ നിങ്ങൾ ബോധ്യപ്പെടുത്തണം എന്ന് തന്നെയാണ് വേണ്ടത്. ശരിയാണ്, ഈ വ്യക്തിക്ക് നിങ്ങളോട് ഇഷ്ടം തന്നെയാണ്. പക്ഷേ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ട്രസ്റ്റ് ഇപ്പോൾ മാറി നിൽക്കുകയാണ്, പോയിരിക്കുകയാണ് ഈ വ്യക്തിയിൽ നിന്നും. അപ്പോൾ അത് നിങ്ങളുടെ ഹാർഡ് വർക്കിലൂടെ അത് വീണ്ടെടുക്കാനായിട്ടാണ് നിങ്ങളിനി ശ്രമിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചിന്തിക്കുക, ചെയ്യുക. ഈ വ്യക്തിക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക. അതായത് എഫേർട്സ് മാറ്റർ എന്ന് പറയുന്ന പോലെ എഫേർട്ട് ഇടുക. ഓക്കെ. ഈ വ്യക്തിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. വീണ്ടും അവരുടെ മനസ്സിൽ ഒരു ഇടം പിടിക്കുന്ന രീതിയിൽ, അതും മുന്നത്തേക്കാളും കൂടുതൽ ഇപ്പോൾ കൂടുതൽ ട്രസ്റ്റ് ചെയ്യുന്ന രീതിയിലോട്ട് റിലേഷൻഷിപ്പിനെ മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കുക എന്ന് തന്നെയാണ്. ഓക്കെ. അപ്പോൾ ഇതിൽ വിഷമിക്കാനോ ഒന്നുമില്ല. അതേപോലെ തന്നെ ഇപ്പോൾ രണ്ടാമത്തെ ഒരു എനർജിയുടെ കാര്യം ഞാൻ പറഞ്ഞു. അതായത് കുറച്ച് പേർക്ക് മീറ്റ് ചെയ്യും. അതായത് കുറച്ച് പേരുടെ ആൾക്കാർ തിരിച്ചു വരും, പക്ഷെ കുറച്ച് പേരുടെ വരില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഈ വ്യക്തിയുടെ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഈ തിരിച്ചു വരാത്ത ആൾക്കാരുണ്ടല്ലോ, അവരുടെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. അതായത് ഈ വ്യക്തി നിങ്ങളെ വാല്യൂ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുക. അതായത് ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, ഈ വ്യക്തി നിങ്ങളെ ആത്മാർത്ഥമായിട്ട് തന്നെയാണോ പ്രണയിക്കുന്നത്, അല്ലെങ്കിൽ വേറെ ആൾക്കാരുണ്ടോ ഈ വ്യക്തിയുടെ സൈഡിൽ, അതായത് തേർഡ് പാർട്ടി വേറെ ഉണ്ടോ എന്നൊക്കെ നിങ്ങളൊന്ന് അനലൈസ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ. പക്ഷേ നിങ്ങൾക്ക് റൈറ്റ് പേഴ്സൺ വരാനുള്ള ഒരു ടൈമും കൂടി ആയിട്ടുണ്ട്. കാരണം ഇവിടെ നമുക്ക് അതിൻ്റെ കാർഡ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. സോ റൈറ്റ് പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. ചിലപ്പോൾ ഈ വ്യക്തി തന്നെ ആയിരിക്കാം തിരിച്ചു വരുന്നത്, അല്ലെങ്കിൽ വേറൊരു വ്യക്തി ആയിരിക്കാം. ഓക്കെ. അതായത് നമുക്കിവിടെ പീസിൻ്റെ കാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമാധാനം കൊണ്ടുവരുന്ന ഒരു വ്യക്തി. ഓക്കെ. അങ്ങനെയാണ്. അപ്പോൾ ബി പോസിറ്റീവായിട്ടിരിക്കുക. നെഗറ്റീവായിട്ടുള്ളതൊന്നും ചിന്തിക്കാണ്ടിരിക്കുക. എനിക്കെപ്പോഴും നല്ലത് മാത്രം അനുകൂലമായി നടക്കുകയുള്ളൂ എന്നുള്ളത് മാത്രം നിങ്ങൾ ചിന്തിക്കുക. യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുക. പിന്നെ 222 ഒക്കെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സോൾമേറ്റ് വരാൻ പോകുന്നു എന്ന് തന്നെയാണ്. ഓക്കെ. അപ്പോൾ ഇത്രയുമുള്ള റീഡിംഗ്. താങ്ക് യു.